ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, മധ്യാഹ്നം പിന്നിട്ട ഈ നാഴികയിൽ ഈ ദിവസം നീ ഞങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങളെല്ലാം ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ അവസരം തന്നത് ഓർത്ത് സ്തുതിക്കുന്നു. ഇപ്പോൾ ഈ പ്രാർത്ഥനാ യോഗത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടവരായ എല്ലാവരെയും യേശുവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുരക്തം കൊണ്ട് അവർ അഭിഷേകം പ്രാപിക്കട്ടെ. അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് അകന്നു പോകുവാൻ കാരണമായി ഞങ്ങളുടെ ജീവിതത്തിലുള്ള സകല പൈശാചികമായ ബാധകൾ, ബന്ധനങ്ങൾ, കെട്ടുകൾ ഇവയെല്ലാം ഞങ്ങളിൽ നിന്ന് അഴിച്ചു മാറ്റണമേ. വചനം പഠിക്കാനും ശ്രദ്ധിപ്പാനും ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. അന്ധകാരത്തിന്റെ ദുഷ്ടാത്മ സൈന്യങ്ങൾ ഞങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് വിട്ടുപോകട്ടെ. വിവിധങ്ങളായ പ്രയാസങ്ങളോടും ഭാരങ്ങളോടും കൂടെ വന്നിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവർ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അടിയങ്ങളുടെ ജീവിതത്തെ കർത്താവിന്റെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. വഴിയാത്രകൾ അനുഗ്രഹിക്കപ്പെടണമേ. എല്ലാ ജീവിത വഴികളും ശ്രേഷ്ഠമാകണമേ. ഞങ്ങളുടെ അകൃത്യം മോചിച്ചു തരണമേ. വിശുദ്ധിയിലേക്ക് ഞങ്ങളെ ചേർക്കണമേ. ഞങ്ങൾക്ക് ഉയർച്ച നൽകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. വീണ്ടെടുപ്പിന്നാളടുത്തിതാ, മാറ്റൊലി ഞാൻ കേട്ടിടുന്നിതാ. വീണ്ടെടുപ്പിന്നാളടുത്തിതാ, മാറ്റൊലി ഞാൻ കേട്ടിടുന്നിതാ. ലോകമെങ്ങും പോകാം സാക്ഷികളായി തീര, കാലമെല്ലാം തീരാറായല്ലോ. ലോകമെങ്ങും പോകാം സാക്ഷികളായി തീര, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിട, വേഗം നാം പോയിട, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിട, വേഗം നാം പോയിട, കാലമെല്ലാം തീരാറായല്ലോ. വീണ്ടെടുപ്പിന്നാളടുത്തിതാ. പരിശുദ്ധാത്മാവായ ദൈവം ഇന്ന് രാത്രിയുടെ ഈ പകൽക്കാലത്തെ 2 മണിയുടെ ഈ മീറ്റിംഗില് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായി ദൈവം അവസരം തന്നിരിക്കുന്ന വചനം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. അവർ തിന്ന് തൃപ്തരായി ശേഷിച്ച കഷണങ്ങൾ 7 വട്ടി തിരിച്ചെടുത്തു. ഹല്ലേലൂയ, നിറച്ചെടുത്തു. അവർ തിന്ന് തൃപ്തരായി ശേഷിച്ച കഷണങ്ങൾ 7 വട്ടി നിറച്ചെടുത്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന സന്ദേശം ആത്മീയ ജീവിതം തൃപ്തിയുടെ ജീവിതമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും വേദനകളും സങ്കടങ്ങളും നൊമ്പരങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എത്ര പ്രയാസമാണെങ്കിലും ഫിലിപ്പിയ ലേഖനം പറയുന്നത് പോലെ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം നമ്മിൽ വന്ന് നിറയും. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നു എന്ന ചിന്ത നമ്മെ നയിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? ഇവിടുത്തെ വചനഭാഗം ഭക്ഷിക്കാനില്ലാതിരുന്ന ജനസമൂഹത്തിന്റെ നടുവില് ഏതാനും കുറച്ച് അപ്പകഷ്ണങ്ങൾ, 7 അപ്പം, അത് 4000 പേർക്കായി വീതിച്ചു കൊടുക്കുന്ന അത്ഭുത പ്രവൃത്തിയാണ്. അത് ശേഷിപ്പുണ്ടായി തൃപ്തിയിലേക്ക് അവരെ നടത്തുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്, നാം നമ്മുടെ ജീവിതത്തെ യേശുവിലേക്ക് ഏൽപ്പിക്കുക, നാം സമർപ്പണമെടുക്കുക, നമ്മെ തന്നെ സമർപ്പിക്കുക, കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം വരുത്തുക. ഇന്നലെ വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞത്, നിങ്ങൾ എപ്പോഴും മാനസാന്തരപ്പെടുക, എപ്പോഴും മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, പാപം ഏറ്റുപറയുക. അതാണ് സമർപ്പണം. എപ്പോഴും സമർപ്പിക്കുമ്പോൾ, യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അവൻ നമ്മെ വാഴ്ത്തും. ഹല്ലേലൂയ. അവൻ വാഴ്ത്തുന്നത് എങ്ങനെയാണ്? യേശുക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് നാം ചേരുമ്പോൾ അവിടെ ഒരു വാഴ്വ് ഇതാ സ്ഥിതി ചെയ്യുന്നു. ആ വാഴ്വ് നമ്മുടെ ശരീരവും ജീവിതവും മുഴുവനും വന്ന് മൂടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോ ദൈവം ഓൾറെഡി എല്ലാ പ്രിയപ്പെട്ടവരെയും വാഴ്ത്തിയിരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കേണ്ടതേ അതിന് താമസമുള്ളൂ. ഇപ്പോൾ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരായ ദൈവമക്കളെ, നമുക്ക് അല്പം കൂടി ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്ത് വിശുദ്ധിയിലേക്ക് വരുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിക്കുന്നവർ ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ കർത്താവേ, ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരെ
കർത്താവെ, ഈ ശുശ്രൂഷയെ ഇതിൽ പങ്കുചേരുന്നവരെ മുഴുവനായി അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയും കൃപയും കരുണയും നന്മയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ എവിടെയൊക്കെ പരാജയപ്പെട്ടു പോയോ അതെല്ലാം ഞങ്ങളെ കാണിച്ചു തരണമേ. ഞങ്ങളുടെ വീഴ്ചകളെല്ലാം കർത്താവ് കാണിച്ചു തരണമേ. പാപമേറ്റു പറഞ്ഞ് ഉപേക്ഷിപ്പാനും വിശുദ്ധിയെ സ്വീകരിപ്പാനും ദൈവപൈതലായി മാറാനും അനുഗ്രഹത്തെ സ്വീകരിപ്പാനും ഞങ്ങളുടെ ജീവിതത്തെ കർത്താവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. രോഗങ്ങളെ സൗഖ്യമാക്കിയതിന്, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ കർത്താവിന്റെ അത്ഭുതം പ്രവർത്തിച്ചതിന്, വെളിച്ചം വന്നതിന്, അനുഗ്രഹം തന്നതിനൊക്കെ നന്ദി പറയുന്നു. ഇപ്പോൾ ഞങ്ങളെ അനുഗ്രഹിച്ചു ഓർത്ത് നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഉച്ചയ്ക്കുള്ള ഈ പ്രാർത്ഥനായോഗവും വൈകുന്നേരം 8 മണിക്ക് ആരംഭിക്കുന്ന പ്രാർത്ഥനായോഗവും ഉപയോഗിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംബന്ധവും ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന സകല ജനത്തോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടാകട്ടെ. ആമീൻ.